ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ആയിട്ടാണ്. ഇത് നമുക്ക് മീനില്ലാത്ത സമയത്തൊക്കെ മീൻ വറുത്ത പോലെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാൻ 3 വഴുതനങ്ങ എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്, അപ്പോൾ ഒന്നുകൂടി നല്ലതാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ട് അരിയാം. നല്ലോണം കട്ടിയും വേണ്ട, എന്നാൽ നല്ലോണം നൈസാവും വേണ്ട കേട്ടോ. അങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നാലേ ഉള്ളൂ കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് സാധാ മുളക് പൊടി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികമാവരുത്, വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കും. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് ഒരു മുറി നാരങ്ങയും പിഴിയുക. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കുക കേട്ടോ. വെള്ളം കുറച്ച് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അതിലേക്ക് നമ്മളുടെ വഴുതനങ്ങ മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി 2 സൈഡും ആവണ രീതിയിൽ ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കേണ്ടത്, ഓയിൽ ഒഴിക്കേണ്ട. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ അതിന് ശേഷം വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലൈറ്റ് തീയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എന്നാലുള്ളൂ അതിലേക്ക് മസാലയൊക്കെ പിടിച്ച് നന്നായി സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മറിച്ചിടാം. അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് നന്നായി ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. തീ കുറച്ചിട്ട് വേണം കേട്ടോ ഇത് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാൻ. ഇതിൻ്റെ മസാല കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മെല്ലെ സിമ്മിലിട്ടിട്ട് നന്നായി ഒന്ന് അപ്പുറം ഇപ്പുറം മൊരിയിപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ നല്ല വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ നല്ല പെർഫെക്റ്റായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ചോറിന് ഇത് മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കൂട്ടാനും വേണ്ട. ഇതുകൊണ്ട് തന്നെ ചോറ് നമ്മൾ തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് വിടുകൊണ്ടിട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നമ്മളെ വഴുതനങ്ങ ഫ്രൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനൊന്നും മറക്കില്ല കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.